ഹായ് ആൻഡ് ഹലോ, വെൽക്കം ടു ആൻ എക്സൈറ്റിംഗ് വീഡിയോ. ഇന്ന് നമ്മൾ കേരളത്തിലെ ആദ്യ സ്നോ തീം പാർക്കായ സ്നോ സ്റ്റോം അതിരപ്പള്ളി അവിടേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. അഡ്വഞ്ചറും ഫണ്ണും ഒക്കെ നിറഞ്ഞൊരു വിസ്മയ ലോകമാണ് നമ്മുടെ ഈ സ്നോ സ്റ്റോം. നമ്മൾ സ്നോ അനുഭവിക്കാനായിട്ട് ഹിമാലയത്തിലേക്കോ കാശ്മീരിലേക്കോ ഒന്നും പോകണ്ട. കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഈ മഞ്ഞൾ കളിക്കുക എന്നുള്ളത്. നമ്മുടെ മിക്ക കുട്ടികളും പറയുന്നൊരു കാര്യമാണ് ഞങ്ങൾക്ക് മഞ്ഞളൊക്കെ കളിക്കണം. അപ്പം നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള കാര്യമല്ല നമുക്ക് ഹിമാലയത്തിലോ കാശ്മീരിലൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഏറ്റവും ലോ കോസ്റ്റായിട്ട് നമുക്ക് അടുത്തുള്ള ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആണ് സ്നോ സ്റ്റോം. അപ്പം അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അതിരപ്പള്ളി സുലസ്റ്റോമിൽ വരുന്നവർ സ്നോ സ്റ്റോം വിസിറ്റ് ചെയ്യാതെ ഒരിക്കലും പോകരുത്. കാരണം അത്രയ്ക്ക് ഇൻട്രസ്റ്റിംഗ് ആണ് ഈ ഒരു പ്ലേസ്. നമുക്കൊരു ശരിക്കും ഹിമാലയൻ ഫീൽ തന്നെ നമുക്കിവിടെ കിട്ടും. ഇവിടുത്തെ ഒരു ടെമ്പറേച്ചർ എന്ന് പറയുന്നത് -5 മുതൽ -10 ഡിഗ്രിയാണ് ഇതിനകത്ത് ടെമ്പറേച്ചർ. അത് ശരിക്കും ഒരു ഹിമാലയൻ അറ്റ്മോസ്ഫിയറാണ് നമുക്ക് ഇതിനകത്ത് അവർ ഒരുക്കിയിരിക്കുന്നത്. ഇഗ്ലൂ ഹൗസ്, മഞ്ഞുകൊണ്ടുള്ള കൂടാരങ്ങളും അതിനകത്ത് കയറി ഫോട്ടോ എടുക്കാനുള്ള ഒരു ഫെസിലിറ്റിയും പിള്ളേർക്ക് വളരെ എക്സൈറ്റിംഗ് ആണ്. കുട്ടികളാണ് ഇവിടെ കൂടുതലും എൻജോയ് ചെയ്യുന്നത് മുതിർന്നവരെക്കാട്ടി. മുതിർന്നവർക്കും ഈ മഞ്ഞ് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള വലിയൊരു അവസരമാണ്. അപ്പം ഇവിടെ ഈ ഒരു കുറേ റൈഡ്സ് അവർ മഞ്ഞിലുള്ളത് ഒരുക്കിയിട്ടുണ്ട്. കുട്ടികൾക്ക് വേണ്ടി ഒരു ഇഗ്ലൂ ഹൗസ്, സ്നോ ബോൾ ഫൈറ്റ്, സ്നോ ട്യൂബിങ്, പിന്നെ അവർക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഏരിയ, അതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ അവരുടെ കിഡ്സ് ഒരു സോൺ തന്നെ അവർ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് സ്ലൈഡിങ് ഉണ്ട്, സ്നോ സ്ലൈഡിങ്. നമുക്ക് അതിനകത്തൂടെ സ്നോയ്ക്കൂടെ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് പോകാനുള്ള ഒരു ഫെസിലിറ്റി. അങ്ങനെ കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ ഈ ഒരു സ്നോ സ്റ്റോമിനകത്ത് ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഈ സ്നോ സ്റ്റോം പാർക്കിനകത്ത് യൂസ് ചെയ്യാനുള്ള ജാക്കറ്റ്, ഹുഡി ടൈപ്പ് ജാക്കറ്റ്, ബൂട്ട്, ഗ്ലൗസ് എല്ലാം ഇവർ തന്നെ സപ്ലൈ ചെയ്ത് നമുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം അവരുടെ പരുവാകുന്ന ടൈപ്പിലുള്ള ജാക്കറ്റ് അവർ തന്നെ സപ്ലൈ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഇട്ടിട്ട് പോലും ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് നമുക്ക് ശരിക്കും കോച്ചി പിടിക്കുന്ന ഒരു അനുഭവമായി. അത്രയ്ക്ക് തണുപ്പാണ് നമുക്കതിൻ്റെ ഉള്ളിൽ. കൊച്ചിയിൽ നിന്ന് നമുക്കൊരു 55 കിലോമീറ്ററാണ് ഇവിടേക്കുള്ളത്. ഒരു 1.5 മണിക്കൂർ കൊണ്ട് നമുക്ക് എത്തിച്ചേരാവുന്നേ ഉള്ളൂ. അതിരപ്പള്ളി വെള്ളച്ചാട്ടവും ഇതിനടുത്ത് തന്നെ. ഒരു 12 കിലോമീറ്റർ യാത്ര ചെയ്താൽ നമുക്ക് അതിരപ്പള്ളി വെള്ളച്ചാട്ടവും ഇതിനടുത്ത് തന്നെയുണ്ട്. അപ്പോൾ മോർണിംഗ് ഒരു 10 മണിക്കാണ് സിൽവർ ഓപ്പൺ ആകുന്നത്. അപ്പോൾ അതിനു മുമ്പ് പോയിട്ട് വന്ന് നമുക്ക് അതിരപ്പള്ളിയുടെ വിസിറ്റ് ചെയ്ത് വരാനുള്ള ഒരു ടൈമിംഗ് ഉണ്ട്. ഇവിടുത്തെ ഒരു സ്ലൈഡിങ് ഒക്കെ നമുക്ക് ശരിക്കും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കേണ്ട സംഭവം തന്നെയാണ്. അതൊക്കെ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് വിത്ത് കിഡ്സൊക്കെ ഒരു മസ്റ്റ് വാച്ച് പ്ലേസ് തന്നെയാണ് ഈ സിൽവർ സ്റ്റോമിലെ ഈ ഒരു സ്നോ പാർക്ക്. നമ്മൾ സിൽവർ സ്റ്റോമിൽ വരുമ്പോൾ സ്നോ പാർക്കൂടെ കോംബോ പാക്ക് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് സ്നോ സ്റ്റോം ഏരിയയ്ക്ക് സെപ്പറേറ്റ് ബില്ലിംഗ് ആണ്, സെപ്പറേറ്റ് ചാർജാണ് അവർ ഈടാക്കുന്നത്. അപ്പോൾ നമ്മൾ സിൽവർ സ്റ്റോമിലേക്ക് തിരഞ്ഞെടുക്കുമ്പോൾ ഒരു കോംബോ പാക്കായിട്ട് സ്നോ സ്റ്റോമോടെ തിരഞ്ഞെടുത്താൽ മാത്രമേ നമുക്ക് ഈ ഒരു എക്സ്പീരിയൻസ് അനുഭവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. കുറേ ഫൺ ഗെയിംസ് ഉണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സ്ലെഡ്ജിങ് ആണ്. ഒരു ചെറിയ പ്ലാസ്റ്റിക് സ്ലെഡ്ജർ ഉപയോഗിച്ച് സ്നോയിലൂടെ ഇങ്ങനെ തെന്നി പോകാനും, കുട്ടികൾക്കാണെങ്കിൽ സ്നോ ബോൾ ഫൈറ്റ്, ഇഗ്ലൂവിനകത്തൊക്കെ കയറി ഇഗ്ലൂ എക്സ്പീരിയൻസ്, LED സ്നോ കേവ്, പിന്നെ സ്നോ ട്യൂബിങ്, വലിയ ട്യൂബ് ഉപയോഗിച്ച് സ്നോബിലൂടെ ഇങ്ങനെ തെന്നി പോകാനുള്ള അങ്ങനെ കുറേ റൈഡ്സാണ് കുട്ടികൾക്കും മുതിർന്നവർക്ക് എൻജോയ് ചെയ്യാനായിട്ട് ഇവിടെ ഇങ്ങനെ ഒരുക്കിയിരിക്കുന്നത്. കുട്ടികളൊക്കെ ശരിക്കും എൻജോയ് ചെയ്തു. അവർ കുറേ നാളായിട്ട് പറയുന്നതാണ് സ്നോയിൽ ഇങ്ങനെ കളിക്കണം, സ്നോയിൽ മഞ്ഞ് വാരി എറിയണം. അതൊക്കെ ശരിക്കും അവർ എക്സ്പീരിയൻസ് ചെയ്തു, ഫീൽ ചെയ്തു, ശരിക്കും എൻജോയ് ചെയ്തു. അതിൻ്റെ ലാസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഒരു DJ സ്നോ ഡാൻസ് ആണ്. അതും ശരിക്കും ത്രില്ലിംഗ് ആയിട്ടൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. DJ ഡാൻസും ലൈറ്റിങ്ങും അതിൻ്റെ അകത്ത് മഞ്ഞ് വീഴുന്ന ഒരു അനുഭവമൊക്കെ ശരിക്കും ത്രില്ലിംഗ് ആയിരുന്നു. ശരിക്കും എൻജോയ് ചെയ്തൊരു ട്രിപ്പായിരുന്നു നമ്മുടെ സ്നോ സ്റ്റോം.